الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അല്ലാഹു ഈ ദുനിയാവിലേക്ക് താൽക്കാലികമായ പരീക്ഷണത്തിന് വേണ്ടി യാത്രയാക്കിയതാണ്. ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും ആ പരീക്ഷണത്തിന് വേണ്ടി അല്ലാതെ അല്ലാഹു യാത്രയാക്കിയിട്ടില്ല. എല്ലാ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരല്പം സമയം നൽകും. ആ സമയത്തിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും ഓരോ കാലഘട്ടത്തിലേക്ക് വരുന്ന പ്രവാചകന്മാരുടെ ചര്യകളെ പിൻപറ്റുകയും എന്നിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ പൂർണ്ണമായ തൃപ്തിയോടുകൂടി തിരിച്ചു പോകുകയും ചെയ്യലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ ഈ ദുനിയാവിലേക്ക് അയച്ചതുകൊണ്ട് അല്ലാഹു ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ലക്ഷ്യം മനുഷ്യൻ മറക്കാതിരിക്കാൻ വേണ്ടി, ഈ ലക്ഷ്യം മനുഷ്യൻ എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടത്തിലും യോഗ്യന്മാരായ സത്യസന്ധന്മാരായ ഒരുപാട് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയും ചെയ്തു. അവർ അതാത് കാലഘട്ടങ്ങളിൽ വരികയും മനുഷ്യനെ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യത്തെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്തു. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രധാനപ്പെട്ട ഈ ഉമ്മത്തിനെ അല്ലാഹു ഏറ്റവും വലിയ ഖൈറ ഉമ്മത്താക്കി, ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ യാത്രയാക്കി. ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ ഏകദേശം 120 സഫുകളോളം അല്ലാഹു മനുഷ്യനെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ 80 സഫുകൾ അത് എന്റെ ഉമ്മത്തിന്റെ സഫുകളായി. 80 ഉമ്മത്തുകൾ അല്ലാഹു 80 സഫുകൾ എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരന്മാരെ, ഈ രീതിയിൽ കൂടി മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഒരുമിച്ച് കൂട്ടുകയും അല്ലാഹു ഓരോ മനുഷ്യനോടും ഹിസാബ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കണക്ക് ചോദ്യങ്ങളെ ചോദിക്കും. ഒരു മനുഷ്യനെയും അവരുടെ ചോദ്യങ്ങളെ ചോദിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചാക്കി. എല്ലാ മനുഷ്യനും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ ദുനിയാവിൽ ജീവിച്ച മുഴുവൻ കണക്കുകളെയും സമർപ്പിച്ചതിന് ശേഷമേ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം വേറെ ഒരു മനുഷ്യനെയും ഒരല്പസമയം പോലും ഈ ദുനിയാവിൽ ഒരു നിമിഷം ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യന്റെ കണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. എല്ലാ മനുഷ്യനോടും ചോദ്യത്തിന് ശേഷമേ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകിൽ അല്ലാഹു അവനെ നരകാവകാശിയാക്കും, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശിയാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അല്ലാഹു സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുമാറാകട്ടെ. സഹോദരന്മാർ, അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും എങ്ങനെ അല്ലാഹുവിന്റെ അടുക്കൽ നല്ലൊരു അടിമയായി തീരാൻ വേണ്ടി സാധിക്കും. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളിത് കേൾക്കുന്നതും ഒക്കെ ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ എങ്ങനെ നല്ല അടിമയായിട്ട് തിരിച്ച് യാത്ര പോകും എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടായിരിക്കും.
സഹോദരന്മാരെ, ഒരു മനുഷ്യൻ നല്ല അടിമയായി ദുനിയാവിൽ ജീവിച്ച് തിരിച്ചു പോകണമെങ്കിൽ പരിശുദ്ധമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ദീൻ, ആ ദീനിനെ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. ദീൻ എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. അതുപോലെ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറാകണം. ആ ദീനിനെ മനുഷ്യൻ മരണത്തിന് സമയം വരെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ദീൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല. മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ ദീനായി തീരണം. ഒരു മനുഷ്യൻ ജനിച്ച മുതൽ എന്ത് ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിയെ പരിശുദ്ധമായ ദീനിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരിക്കുന്ന സമയം വരെ, മരണത്തിന് ശേഷം അവൻ എങ്ങനെ കഫൻ ചെയ്യണം, അവനെ എങ്ങനെ കൊണ്ടുപോയി ഖബറിൽ വെക്കണം, ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ പരിശുദ്ധമായ ദീനിൽ നമുക്ക് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം അവന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ, അതിനിടയിൽ ഒരു സ്ഥലവും വിട്ടുപോകാത്ത നിലയിൽ പരിശുദ്ധമായ ദീനിനെ അംഗീകരിക്കുകയും ആ ദീനനുസരിച്ച് ജീവിക്കുകയും ആ ദീനിൽ തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ മടക്കുകയും ചെയ്യാം. സഹോദരന്മാരെ, അങ്ങനെ ഏതടിമക്ക് ഭാഗ്യം ലഭിച്ചോ അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയി, അവനാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളവൻ, അവനാണ് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ആളുകൾ. ഈ ദുനിയാവിൽ അവന്റെ മരണം മുതൽ അവന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിച്ചവർ, അവരാണ് ഏറ്റവും വലിയ ഭാഗ്യം. സഹോദരന്മാരെ, ബാക്കിയുള്ളവരെല്ലാം നഷ്ടത്തിലാണ്, ബാക്കിയുള്ളവരെല്ലാം വലിയ പരാജയത്തിലാണ്. കാരണം മനുഷ്യന്റെ യാഥാർത്ഥ്യമായ ജീവിതത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത് തന്നെ ദീനിൽ കൂടിയാണ്. ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദീനിൽ കൂടിയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ദീനിനെ അംഗീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ബേജാറൊന്നുമില്ല, വലിയ പ്രയാസമൊന്നുമില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ദീനനുസരിച്ച് ജീവിച്ചു എന്നതിന്റെ പേരിൽ മനുഷ്യനൊരു സങ്കടവുമില്ല, ഒരു ദുഃഖവുമില്ല. സഹോദരന്മാരെ, എല്ലാ സന്തോഷവും എല്ലാ റാഹത്തും അല്ലാഹു ദീനിൽ മാത്രം വെച്ചിരിക്കുക. ദീനുണ്ടോ അതിൽ റാഹത്തുണ്ട്, ദീനില്ലയോ അതിൽ വലിയ ദുഃഖവും പരാജയവുമാണ്. ദീനുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ദീനില്ലെങ്കിൽ പരാജയപ്പെട്ടു. സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരം പഠിപ്പിച്ചത്. എല്ലാ കാര്യങ്ങൾക്കും അതിൽ പരിഹാരമുണ്ട്, ഒന്നിനും പരിഹാരമില്ലാതെ പോയിട്ടില്ല. ഒരു മനുഷ്യൻ വലിയ കടക്കാരനായി, വലിയ ബുദ്ധിമുട്ടിലായി, വലിയ പ്രയാസമുള്ളായി, അവൻ പോയിട്ട് ആത്മഹത്യയൊന്നും വേണ്ട, അവൻ പോയിട്ട് അവന്റെ ജീവൻ എടുക്കുകയൊന്നും വേണ്ട. അവർക്ക് ദീനിൽ വലിയ വലിയ പരിഹാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, അൻസാരി സഹാബാക്കളിൽപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം ഇങ്ങനെ മസ്ജിദ് നബവിയിൽ പോയിട്ട് വലിയ ദുഃഖത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ വിഷമത്തിലാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ തന്നെ അറിയാം എന്തോ കാര്യമായ വിഷമം സംഭവിച്ചിരിക്കുക. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഈ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മസ്ജിദ് നബവിയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയ ഉടനെ ഈ അൻസാരിയായ സഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ചോദിച്ചു, അബൂ ഉമാമ, എന്താ പറ്റി, എന്താ വിഷമം? ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു ബുദ്ധിമുട്ടിലായ മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ അന്വേഷിക്കണം. അത് വളരെയധികം ഏറ്റവും നല്ല അഖ്ലാഖിൽപ്പെട്ട കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങേയറ്റത്തെ സുന്നത്തിൽപ്പെട്ടതാണ്. നമ്മൾ എന്ത് വിചാരിക്കരുത്, ഇവന്റെ അടുത്ത് പോയാൽ ഞാൻ കുടുങ്ങിപ്പോവല്ലോ, ഇവന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിന് പരിഹരിക്കേണ്ട, അതിന്റെ പിന്നിൽ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചോദിക്കാതിരിക്കില്ല. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂ ഉമാമ, എന്താ നിനക്കൊരു വിഷമം, എന്താ നിനക്കൊരു പ്രയാസം, നിനക്കെന്താ ഒരു ബുദ്ധിമുട്ട്? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ വലിയ കടത്തിലാണ്, വലിയ വിഷമത്തിലാണ്, ഞാൻ വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടാണ്, കോടിക്കണക്കിന് കടം വന്നിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഉമാമ, നീ പേടിക്കൊന്നും വേണ്ട, നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട. സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. യഥാർത്ഥ ദീന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വലിയ കടത്തിലായി, വലിയ പ്രയാസത്തിലായി, വലിയ ബുദ്ധിമുട്ടിലായി നമ്മളെ സമീപിച്ചു, അല്ലെങ്കിൽ നമ്മൾ കണ്ടു, നമ്മളെന്താ അവന് പറഞ്ഞു കൊടുക്കുക? അവനെന്താ നമ്മൾ സംസാരിക്കുക അവനോട്? അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബാത്തിലിന്റെ വഴികളിൽ നിന്ന് വന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ദീനില്ലായ്മയിൽ നിന്ന് നമ്മുടെ മുഴുവൻ മുസ്ലിമീങ്ങളെയും മുഴുവൻ മുഅ്മിനീങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ഹൃദയം പെട്ടെന്ന് തന്നെ ബാത്തിലിലേക്കാണ് പോവുക. കാരണം നമ്മൾ ബാത്തിലിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കാൻ, ബാത്തിലിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ നമ്മളോട് ആരെങ്കിലും സമീപിച്ച അറിവില്ലാത്തതിന്റെ പേരിൽ, നമുക്ക് അതിനെ കുറിച്ച് അറിവില്ലാത്തതിന്റെ പേരിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും, ഏതെങ്കിലും ഒരു ബാങ്ക് നോക്കട്ടെ, മറ്റേ ബാങ്കിൽ കിട്ടുമല്ലോ എന്ന് അറിയില്ല, നിന്റെ എന്തെങ്കിലും വസ്തു ഉണ്ടോ അത് ഈടാക്ക്, എന്നിട്ട് അത് പണയപ്പെടുത്തിയിട്ട് നമുക്ക് പലിശക്ക് പൈസ എടുത്ത് ആ കടം വീടാം. ഇതാണ് നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. കാരണം അതിന്റെ ദാവത്താണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, അതൊരാൾ വാങ്ങിച്ചാലും നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട്, അങ്ങനെ വാങ്ങിച്ച എത്ര ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വാങ്ങിച്ച ഏതൊരു ദുഃഖത്തിലാണോ അവൻ അകപ്പെട്ടിരിക്കുന്നത്, അതിനേക്കാളും ശക്തമായ പിന്നൊരു ദുഃഖത്തിലേക്ക് അവൻ പോവാണ്, പിന്നെയും പോവാണ്. പ്രയാസത്തിൽ നിന്നും പ്രയാസത്തിലേക്ക്, വിഷമത്തിൽ നിന്നും വിഷമത്തിലേക്ക്. കാരണം ദീനില്ലായ്മ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് അവനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ദീനിനെ സ്വീകരിക്കാൻ വേണ്ടി പറയും. ദീനാണ് ഏറ്റവും നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബൂ ഉമാമ, അതിന് നല്ല പരിഹാരം ഉണ്ടല്ലോ, നീ എന്തിനാ വിഷമിക്കുന്നത്, നീ എന്തിനാ ബേജാറാകുന്നത്? ദീനിൽ അതിന് വലിയ പരിഹാരം ഉണ്ടല്ലോ, ദീനിൽ അതിന് വലിയ സന്തോഷത്തിന് വഴിയുണ്ടല്ലോ. ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. രാവിലെയും വൈകുന്നേരവും നീ ഈ ദുആ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ ഏതൊരു കടത്തിലാണോ അകപ്പെട്ടിരിക്കുന്നത്, നീ ഏതൊരു വിഷമത്തിലാണോ വന്നിരിക്കുന്നത്, ആ വിഷമം അല്ലാഹു നിനക്ക് മാറ്റി. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാം. ദുനിയാവിന്റെ അവസ്ഥകളിൽ നിന്നും അള്ളാഹുവിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. സഹാബാക്കള് ഓരോ രാജ്യങ്ങളിലേക്കും അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ടു. അവിടുത്തെ രാജാക്കന്മാരവരോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിലേക്ക് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത്? സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമകളെ ആ മനുഷ്യന്റെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ച് അള്ളാഹുവിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരാളോട് പലിശക്കോ അല്ലെങ്കിൽ അല്ലാണ്ടോ കടം വാങ്ങിച്ച പിന്നെ അവരുടെ അടിമയായി. സഹാബാക്കൾ പറയാണ്, ഞങ്ങൾ അടിമകൾ, അവർ ദുനിയാവിന്റെ വീക്കിലും വിഷമത്തിലും പ്രയാസത്തിലും കഴിഞ്ഞുകൂടുകയാണ്. സഹാബാക്കൾ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന വാക്കുകളാണ്. സഹാബാക്കൾ ദീനിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, ദീനെന്ന് പറഞ്ഞാൽ എന്താണ്, രാജാക്കന്മാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, ദുനിയാവിന്റെ വിഷമങ്ങൾ, ദുനിയാവിന്റെ പ്രയാസങ്ങൾ, ദുനിയാവിന്റെ ബുദ്ധിമുട്ടുകൾ, ദീനില്ലായ്മ വന്നാൽ വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇലാ വുസ്അത്തിൽ ആഖിറ, ആഖിറത്തിന്റെ വിശാലതയിലേക്ക്. മനുഷ്യന്റെ അടിമകളായിട്ട് ജീവിക്കുകയാണ്. ആ മനുഷ്യന്റെ അടിമത്വത്തിൽ നിന്നും അള്ളാഹുവിന്റെ അടിമത്വത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കും. സഹോദരന്മാരെ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ദുആ ചോദിച്ചു പഠിക്കുക. എന്താണ് ദുആ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഉമാമ, നീ രാവിലെയും വൈകുന്നേരം ഒരു കാര്യം ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ വഖഹ്രി റിജാൽ. ഈ ദുആ രാവിലെയും വൈകുന്നേരവും നീ പറഞ്ഞാൽ മതി, പതിവാക്കിയാൽ മതി. സഹോദരൻ ആലോചിച്ചു, രാവിലെയും വൈകുന്നേരം ഒരാൾ ഈ ദുആ പതിവാക്കിയാൽ, ഈ ദുആ ഒരാൾ പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി തരുമാറാകട്ടെ. എന്റെ അഭിപ്രായം, വെള്ളം ഇപ്പം കൊടുക്കണ്ട. അല്ലാഹു വെള്ളം ആർക്കും ആവശ്യമില്ലല്ലോ അല്ലേ? ഉണ്ട്, എവിടെ ഇരുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹ് കബൂലാക്കുമാറാകട്ടെ, അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. കുറച്ച് സമയമുള്ളൂ ഇൻഷാ അല്ലാഹ്. അത്യാവശ്യം വന്നായിരിക്കും കുടിക്കാൻ കുഴപ്പമില്ല, തെറ്റല്ല. എന്നാലിപ്പോ വെള്ളം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചു പോകും. സംസാരിക്കുന്ന ആളെ ശ്രദ്ധയും മാറിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിന്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാനും അത് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ മനുഷ്യന് പറഞ്ഞ പരിഹാരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഉമാമ, നീ ദുആ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: അല്ലാഹുവേ, നീ എന്നെ ദുഃഖത്തിൽ നിന്നും ക്ലേശത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ. മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, നീ എന്നെ ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും കാത്തുരക്ഷിക്കണേ. അല്ലാഹുവേ, നീ എന്നെ അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും കാത്തുരക്ഷിക്കണേ. അല്ലാഹുവേ,
നീ കടത്തിൽ നിന്നും അതുപോലെ കടത്തിന്റെ പേരിൽ മനുഷ്യൻ എന്നെ ആക്രമിക്കുകയും അവനെന്നെ ബുദ്ധിമുട്ടിക്കുകയും അവന്റെ മേൽ എന്റെ മേൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നതിൽ നിന്നും നീ എന്നെ കാത്തിച്ചു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ശ്രദ്ധയോടുകൂടി ഈ ദുആ അങ്ങ് ചെല്ലാൻ വേണ്ടി തുടങ്ങി. കുറെ മാസങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അബൂ ഉമാമ, എന്തായി നിന്റെ കടത്തിന്റെ അവസ്ഥയൊക്കെ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മുഴുവൻ കടങ്ങളും ഞാൻ വീട്ടുകയും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒരുപാട് സമ്പത്ത് കൊണ്ട് എന്നെ ധന്യമാക്കുകയും എത്ര സമ്പത്താണോ എനിക്ക് കടം വന്നത് അതിനേക്കാളും വലിയ സമ്പത്ത് തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വലിയ പണക്കാരനാക്കി. ആലോചിച്ചു. ദീനില്ലായ്മയിലേക്ക് പോയാലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദീനില്ലായ്മ എന്ന് പറയുന്നത് മനുഷ്യനെ വീണ്ടും ദുഃഖത്തിലേക്ക്, വീണ്ടും പ്രയാസത്തിലേക്ക്, വീണ്ടും ബുദ്ധിമുട്ടിലേക്ക്. നമ്മുടെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും വലിയ കരുണ, അവന്റെ ഏറ്റവും വലിയ നിഅമത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും മുബാറക്കായ, ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും ഉന്നതമായ ഒരു ദീൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ ദീനനുസരിച്ച് മനുഷ്യൻ ജീവിക്കാൻ തയ്യാറായാൽ, ആ ദീനിലെ മനുഷ്യൻ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ ഈ ദുനിയാവിൽ വലിയ സന്തോഷം, നാളെ ആഖിറത്തിൽ കാലാകാല സന്തോഷത്തിന് വഴിയുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും നിയത്ത് ചെയ്യും, ദീനനുസരിച്ച് ഇൻഷാ അല്ലാഹ് മരണം വരെ ജീവിക്കും. നമ്മൾ അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കാൻ, മരണം വരെ ദീനനുസരിച്ച് ജീവിക്കും. ദീനിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയില്ല. സഹോദരന്മാരെ, ദീനിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് എന്താണ്? ആ ദീനിൽ ഏറ്റവും ആദ്യത്തേത് എന്താണ്? ആദ്യമായിട്ട് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അല്ലാഹുവിനുള്ള ഉറപ്പുണ്ടാകണം. അല്ലാഹുവിനുള്ള ഉറപ്പ് വന്നാലും ഈ ദുആ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈമാനില്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾ വന്നിട്ട് പറയണം, മോനെ ഉസ്താദ് വിളിച്ചു, മോനെ നീ എന്താ, നിനക്കെന്താ വലിയ ദുഃഖം? ഞാൻ വലിയ കടക്കാരനാ. ഒരു കാര്യം ചെയ്താ ദുആ എഴുതി കൊടുത്തു, ഇമാമ് പോയിട്ട് എഴുതി കൊടുക്കാൻ. ഹൃദയത്തിൽ ഉറപ്പില്ലാത്ത മനുഷ്യൻ എന്ത് പറയും? ഉസ്താദേ, ഈ ദുആ ഒക്കെ ചെയ്താൽ ഈ കോടിക്കണക്കിന് രൂപ കട എങ്ങനെ വീടും? ഒരു സെറ്റപ്പ് എന്തെങ്കിലും വേണ്ടയോ? ഒരു സെറ്റപ്പ് ഇല്ലാതെ എങ്ങനെ വീടും? സഹോദരന്മാരെ, അടിമകൾ, മനുഷ്യർ, അവർ ചിന്തിക്കുന്നത് ദുനിയാവിന്റെ വസ്തുക്കളും ദുനിയാവിന്റെ അവസ്ഥകളെയുമാണ്. ദുനിയാവിന്റെ അവസ്ഥകളെ നോക്കിയിട്ടാണ് അവർ തീരുമാനിക്കുന്നത്, ഇതിലെനിക്ക് വിജയം കിട്ടുമോ, എനിക്ക് പരാജയം കിട്ടുമോ, എന്റെ കാര്യങ്ങൾ റെഡിയാവോ ഇല്ലയോ. സഹോദരന്മാരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിനെക്കുള്ള ഉറച്ചുള്ള ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പിന്നെ അല്ലാഹു സെറ്റപ്പ് ആക്കി തരും. പിന്നെ സെറ്റപ്പ് മൊത്തം അല്ലാഹുവിന്റേതാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ അല്ലാഹുവിന്റെ സഹായം വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു എല്ലാ സ്ഥലത്തും സഹായിച്ചുകൊണ്ടേയിരിക്കും. സഹോദരന്മാരെ, പിന്നെ ദീനിൽ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രയാസം, അല്ലാഹുവിന്റെ യഖീൻ എങ്ങനെ വരിക? അതിന് ചില ബുദ്ധിമുട്ടുകൾ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ദീനിന്റെ പ്രാരംഭ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, മനസ്സിന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ, ഇത് ഞങ്ങൾ അംഗീകരിക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് സഹാബാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആയുധവുമില്ല, ഒരു ശക്തിയുമില്ല, ഒരവസ്ഥയില്ല, നിങ്ങൾ ബദറിലേക്ക് പോകണം. ബദറിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ബദറിലേക്ക് പോകുന്ന സമയത്ത് അധിക സഹാബാക്കളുടെ ഹൃദയത്തിലും വലിയ സംശയമായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ പോകും? ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തിൽ ആയത്തുകളിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. നബിയെ, നിങ്ങൾ ബദറിലേക്ക് പോകുന്ന സന്ദർഭത്തെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ? ആ സന്ദർഭത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ അധിക പേരും വലിയ സംശയത്തിലായിരുന്നു, വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. എങ്ങനെ പോയി ജയിക്കും? ധാരെടുത്തായി പോകുന്നത്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ ദീൻ, ഇത് അംഗീകരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ അല്ലാഹു എളുപ്പമാക്കി കാണിച്ചു തരും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. ആദ്യം ഒരു വിഷമം, ആദ്യം ഒരു ബുദ്ധിമുട്ട്. പെട്ടെന്ന് നീ ദുആ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? അല്ലോ, ഈ ദുആ പറഞ്ഞ എന്റെ കടമൊക്കെ വിടുവോ? കടമിടാൻ കാശ് വേണ്ടയോ? സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബൂവത്തിന്റെ വാക്കുകളിൽ അതിൽ യാഥാർത്ഥ്യമുണ്ട്, അതിൽ സത്യമുണ്ട് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും എന്റെ അല്ലാഹ് എനിക്ക് പരിഹരിച്ചാൽ ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് വരികയും ചെയ്താൽ
ആ ദുആ പറയേ കൊണ്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടങ്ങളെ വീട്ടിത്തരും. ആ ദുആ ചെയ്താൽ മതി, അല്ലാഹ് കടം വീട്ടിത്തരും. അങ്ങനെയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ പരിശ്രമിച്ച് ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഹൃദയങ്ങളിൽ യഖീൻ, ഹൃദയങ്ങളിൽ ഉറപ്പ്. എപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്ന് രാവിലെ ഉസ്താദ് ഹദീസിൽ പറഞ്ഞു, പഠിപ്പിച്ചു തന്നു. ചെറുപ്പത്തിൽ തന്നെ ഗുലാം അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചെറുപ്പത്തിലെ ഞങ്ങളോട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചെറുപ്പത്തിലെ ഞങ്ങളോട് അല്ലാഹുവിന്റെ ഖുദ്റത്തുകളെ കുറിച്ച്, അല്ലാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച്. അല്ലാഹുവാണ് ഖാദിർ, അവനാണ് മാലിക്, അവനാണെല്ലാം കഴിവുള്ളവൻ, അവനാണെല്ലാം അടക്കി ഭരിക്കുന്നവൻ. അവൻ അല്ലാഹ് നൽകിയതിനെ തടയാൻ ആർക്കും കഴിയില്ല, അല്ലാഹു കൊടുത്തതിനെ തടയാൻ ആർക്കും കഴിയില്ല, അല്ലാഹ് തടഞ്ഞ കാര്യത്തെ കൊടുക്കാനും ആർക്കും കഴിയില്ല. എല്ലാ നമസ്കാരത്തിനു ശേഷം اللهم لا مانع لما اعطيت ولا معطي لما منعت ولا راد لما قضيت ولا ينفع ذا الجد منك الجد. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. 5 വക്തും എന്തിനാ ഇത് പഠിപ്പിച്ചത്? 5 വക്ത നമസ്കാരത്തിന് ശേഷം എന്തിനാ പഠിപ്പിച്ചത്? സഹോദരന്മാർ, ഇത് ഉള്ളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, വെറുതെ പറയാൻ വേണ്ടിയിട്ടല്ല. വെറുതെ ഈ ദുആ ദിക്റുകൾ നാമം കൊണ്ട് ചൊരിയാൻ വേണ്ടിയിട്ടല്ല. ഇല്ല, നിന്റെ ഹൃദയത്തോട് നീ പറയണം, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത്. നീ നൽകിയ ഒന്നിനെ തടയാൻ ഈ ലോകത്തും ശക്തികൾക്കും സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അതാണ് അല്ലാഹു. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു എന്ന് പറഞ്ഞാൽ ലോകത്തങ്ങൾ അല്ലാഹ് എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അതിനെ തടയാൻ വേണ്ടി ഒരു ശക്തിക്കും സാധ്യമേ. അതാണ് അല്ലാഹു. കാര്യം നടത്തുന്നത് അല്ലാത്തൊരു വസ്തുക്കൾക്കും എന്റെ പ്രശ്നത്തിൽ പരിഹാരമില്ല, പ്രശ്നം പരിഹാരമില്ല. തുറപ്പിക്കണം ഹൃദയത്തിനും. ഇതാണ് യഥാർത്ഥ ഈമാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുർആനിന്റെ വചനങ്ങൾ സഹാബാക്കൾ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ ഹദീസുകൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമായി. അവിടെ സംഭവിച്ച കാര്യങ്ങൾ, അവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങളെ കുറിച്ചും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുക്കും. സഹാബാക്കൾ ഇത് പഠിപ്പിച്ചു. സഹാബാക്കൾ ഉറപ്പ് കൊടുക്കും, ഒന്നും പേടിക്കണ്ട. അമ്മാറെ യാസർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പേടിയും പേടിക്കണ്ട. അവർ അത് ചോദിച്ചത് എന്താ അവസ്ഥ? ദീനി അംഗീകരിച്ചുകൊണ്ടാണല്ലോ, ഇത്രയും വിഷമത്തിലാണല്ലോ, പ്രയാസത്തിലാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറാകേ വേണ്ട, ഒരു ഭയവും വേണ്ട, അല്ലാഹു സഹായിക്കും, അല്ലാഹ് സഹായിക്കും. അമ്പിയാക്കളെ അവരെ ഈർച്ചവാളുകൾ കൊണ്ട് മുറിക്കപ്പെട്ടു, ചുട്ടുപഴുത്ത എണ്ണയിൽ അവരെ കൊണ്ടുപോയി തള്ളപ്പെട്ടു, അവരെ കൊല്ലപ്പെട്ടു. സഹോദരന്മാരെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ സ്ഥലത്തും വിജയം അല്ലാഹുവിനെ അനുസരിച്ച് കൊടുക്കണം. അല്ലാഹുവിന്റെ ദീനിനെ അംഗീകരിക്കാത്തവർ, ഈമാനിൽ യഖീനില്ലാത്തവർ എല്ലാം പരാജയപ്പെട്ടു പോയി. സഹോദരൻ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ വിശ്വസിച്ചവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള വാഗ്ദാനം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്തവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുള്ള വാഗ്ദാനം. എന്താ വാഗ്ദാനം? എല്ലാ സെറ്റപ്പും അല്ലാഹു ചെയ്തു, എല്ലാ സെറ്റപ്പും അറിയും അല്ലാഹു ചെയ്യും. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയിൽ എല്ലാ ആധിപത്യവും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങൾ നോക്ക്, നിങ്ങളുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളിലേക്ക് നോക്ക്. കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, സക്കറിയ നബി അലൈഹി സ്വലാത്തു ചരിത്രം, എല്ലാ ചരിത്രങ്ങളിലേക്ക് നോക്കൂ. ആർക്കാ ആധിപത്യം കിട്ടിയത്? നോക്ക്. ആധിപത്യം ആർക്കാ വന്നത്? നോക്ക്. സഹോദരന്മാരെ, ആധിപത്യം മൂസാ നബിക്ക് അല്ലാഹു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നുബുവത്തുമായിട്ട് എവിടെ വന്നു? ഫിറഔന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അല്ലാഹു ഭയങ്കര കരുണയുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോട് ദേഷ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ വിചാരിക്കുന്നത്? ഇവൻ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ അംഗീകരിച്ച് എന്റെ കൽപ്പനകൾ അനുസരിച്ച് ഞാൻ ഇവന് നാളെ ആഖിറത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന നിയമത്തുകൾ ഇവനിക്ക് സന്തോഷിക്കാൻ വേണ്ടി, മനുഷ്യൻ അനുഭവിക്കാൻ വേണ്ടി അല്ലാഹു ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങേറ്റത്തെ ഒരു കണ്ണുകൾക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയങ്ങൾക്കും ഇതുവരെ ചിന്തിക്കാൻ സാധിക്കാത്ത നിലയിലുള്ള ഏറ്റവും വലിയ നിയമത്തുകൾ ഇവൻ ആസ്വദിച്ചോട്ടെ എന്ന് അല്ലാഹു വിചാരിക്കും. അല്ലാഹ് ആരെയും തള്ളുന്നില്ല, അല്ലാഹ് ഒരാളെ ഒഴിവാക്കുന്നില്ല. ഫിറഔൻ അവനോട് പോയി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങോട്ട് ഫഖൂലാ ലഹു, നിങ്ങൾ രണ്ടുപേരും അവനോട് പറ, ഖൗലൻ ലയ്യിനൻ, വളരെ മയത്തിൽ പോയിട്ട് പറഞ്ഞാൽ മതി, വളരെ മയത്തിൽ. നിനക്ക് 30 വർഷം ഭക്ഷണമൊക്കെ തന്ന നന്ദിയൊക്കെ ഇച്ചിരി കാണിക്കണം. ചുമ്മാ പോയി അവനോട് ചൂടാകരുത്. നീ വളരെ ബഹുമാനത്തോട് സംസാരിക്കണം. നീ ആ കൊട്ടാരത്തിലൊക്കെ അല്ലേ വളർന്നത്,
ഞാനാണ് നിന്നെ വളർത്തിയതെങ്കിലും ഞാൻ വളരെ മയത്തിൽ സംസാരിക്കണം. സഹോദരന്മാരെ വളരെ മയത്തിൽ പോയി പറഞ്ഞു. അപ്പൊ തന്നെ ചോദിച്ചു, നിനക്ക് ഇങ്ങനെയൊക്കെ ഞാൻ തന്നിട്ട് പിന്നെ നീ എനിക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറോൻ എന്ന് പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅല, മൂസ ഞാനല്ലേ ഏറ്റവും വലിയ റബ്ബ്, നീ ഏത് റബ്ബിനെയാ പരിചയപ്പെടുത്തി? ഞാനല്ലേ ഏറ്റവും വലിയ ആളല്ലേ, നമ്മളല്ലേ വലിയ ആള്. അനാന്ന് ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ നാശത്തിന്റെ വഴി. ഒരു മനുഷ്യന് അനാനിയത്തുണ്ടായാൽ ഞാനാണെന്നുള്ള ബോധം വന്നാൽ ഇതെല്ലാം എന്നെ കൊണ്ട് നടക്കാണ്. ഞാനില്ലെങ്കിൽ അവിടെ എന്തോ നടക്കും, ഞാനില്ലെങ്കിൽ അവിടെ എന്താവും, ഞാനില്ലേ ആണാണല്ലോ നടക്കുന്നത്. ഭാര്യനോട് പറയും, ഞാൻ കെട്ടിയില്ലെങ്കിൽ കാണായിരുന്നു, നിനക്ക് ആരും കൊണ്ട് തരും. ഭാര്യനോട് പറയും, മക്കളോട് പറയും, ഞാനല്ലേ വന്നൊക്കെ ഇതൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് എന്നോടാണോ നീ എതിർക്കുന്നത്? ഞാനാണല്ലോ എല്ലാം ചെയ്യും. സഹോദരന്മാരെ നമ്മളിപ്പോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനാണ്. ഇത് ഫിറഔന്റെ വാക്കാണ്. ഫിറഔൻ പറഞ്ഞതാണ്, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണല്ലോ എല്ലാം സംരക്ഷിക്കുന്നത്, ഞാനാണല്ലോ നിനക്കെല്ലാം ചെയ്തു തരുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ല, അള്ളാഹുവാണ് എല്ലാം കഴിവുള്ളവൻ, അവനാണ് നമുക്കെല്ലാം നൽകുന്നത്, അവന്റേതാണ് ഈ കാണുന്ന ലോകത്തുള്ള മുഴുവൻ അനുഗ്രഹങ്ങൾ. എല്ലാ അനുഗ്രഹങ്ങളും ആരുതാ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ കൃഷി ചെയ്യുന്നതല്ല ഞാനാണോ? ധാന്യങ്ങൾ നൽകിയത് ആരാ? ഭക്ഷണം നൽകിയത് ആരാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വജഅൽനാ മിനൽ മുസ്ലിമീൻ, അല്ലാഹുവേ നീയാണ് എന്നെ ഭക്ഷിപ്പിച്ചത്, നീയാണ് എന്നെ കുടിപ്പിച്ചത്, നീ എന്നെ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തല്ലോ എന്ന് ഭക്ഷണത്തിന് ശേഷം അള്ളാഹിനോട് പറ. കുട്ടികളെ ഇത് പഠിപ്പിക്കുക, അള്ളാഹിനെ പഠിപ്പിച്ചു ചെറുപ്പത്തിലെ എല്ലാ സമയത്തും എല്ലാ അവസ്ഥകളിലും. സഹോദരന്മാരെ ഫിറഔൻ വീണ്ടും എതിർത്തു. അപ്പം സാധാരണ ചോദിക്കല്ലോ, തെളിവെന്താ? തെളിവുണ്ടോ? നീ ഏത് റബ്ബിനെ വരുമ്പോ അവരെ തെളിവുണ്ടോ? കാണിച്ചാലോ, കിതാബ് കാണിച്ചാൽ പറ്റോ? ദീന്റെ ഓരോ ഹുക്കുമോടും ഓരോ നമ്മൾ ചോദിക്കുന്നതാ. ഹദീസാണോ ശരിയാണോ ഉറപ്പുണ്ടോ ചോദിക്കണം. മൂസാ നബിയോട് ഫിറഔൻ ചോദിച്ചു. ഫിറഔൻ പറഞ്ഞ തെളിവുണ്ട്. ആ വടി അങ്ങിട്ടു, അത് പാമ്പായി കാണിച്ചു. ഇത് അല്ലാഹുവിന്റെ കുദറത്താണ്. സഹോദരന്മാരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൈ ഉയർത്തി ഒരു പ്രകാശം, കഷ്ടത്തിലൊരു പ്രകാശം കാണിച്ചു കൊടുത്തു. ഇത് അല്ലാഹുവിന്റെ മുഅ്ജിസത്താണ്, എനിക്ക് നൽകിയ, അല്ലാഹു എനിക്ക് റിസാലത്ത് നൽകി എന്നതിന്റെ തെളിവാണിത്. ഇതാണോ? മൂസാ നബി നമ്മളങ്ങനെയാ, തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ അങ്ങേരിക്കുന്നു പറഞ്ഞിരുന്നല്ലോ. ആരാ പറഞ്ഞു? ഇച്ചിരി പരിശോധന മേടിക്കാൻ നമ്മൾ അപ്പത്തെ കത്തി പറഞ്ഞിരുന്നല്ലോ. ഇച്ചിരി ആവാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. സഹോദരന്മാരെ, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഫിറഔൻ, അയ്യോ അങ്ങനെയൊന്നുമല്ല, നീ ഇട്ട പാമ്പാക്കല്ലോ, ഞാൻ ചെയ്തല്ലോ, അതൊരു പരിപാടിയൊക്കെ എന്റെ അടുത്തുണ്ടല്ലോ. പല റിവായത്തുകൾ വരുന്നുണ്ട്. ഒരു റിവായത്തിൽ നിന്ന് ബനി ഇസ്രായേലിൽപ്പെട്ട കുറച്ച് ആളുകൾ തന്നെ വിളിച്ച് സിഹർ പഠിപ്പിക്കാൻ അയച്ചു. ഒരു റിവായത്തിൽ. മറ്റൊരു റിവായത്തിലുണ്ട്, വേറെ നാട്ടിലുള്ള മുഴുവൻ സാഹിത്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് 10,000 പേരുടെ അഭിപ്രായമുണ്ട്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു 70 പ്രഗത്ഭരായ സാഹിര്യങ്ങള്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏറ്റവും അഗ്രഗണ്യന്മാരായ ആളുകളെ ജനങ്ങളുടെ മുമ്പിൽ ഞാനാണ് റബ്ബെന്ന് തെളിയിക്കാൻ വേണ്ടി ഏറ്റവും വിദഗ്ധന്മാരായ സാഹിര്യങ്ങളെ കൊണ്ടുവന്നു. വലിയ മൈതാനത്തിൽ കൊണ്ടുവന്നു. എല്ലാ ജനങ്ങളെയും ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ മൂസ പറയാണ് അള്ളയാ പോലും കാര്യം നടത്തുന്നത്. അവനടുത്തൊരു വടിയുണ്ട് പോലും, ആ വടിയിട്ട പാമ്പാകും പോലും. ഇതാ ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ, ഇതാ ഇവിടെ 70 പേരുണ്ട്, അവരിപ്പം പാമ്പാക്കി കാണിക്കുന്നു. എന്നിട്ടാണ് ഇവന്റെ ഒരു പാമ്പ്. എല്ലാവരും വലിയ കൗതുകത്തോടുകൂടി അത്ഭുതത്തോടുകൂടി എന്താ സംഭവിക്കും നോക്കാൻ വേണ്ടി കാത്തു നിൽക്കാൻ. പാമ്പിട്ടു, പാമ്പിനെ ഇട്ടു, വടിയിട്ടു, സാഹചര്യങ്ങൾ പാമ്പായി. ആദ്യം സാഹചര്യങ്ങൾ ഇട്ടു, അതെല്ലാം ചെറിയ ചെറിയ ഓലപ്പാമ്പ് പോലത്തെ ചെറിയ ചെറിയ പാമ്പുകൾ. മാജിക് കാണിക്കാൻ നമ്മൾ എത്രയോ മാജിക് കണ്ടിട്ടുണ്ട്. നമ്മൾ മാജിക് ആണോ അത്ഭുതപ്പെടില്ല. ഇത് ഭയങ്കരമാണല്ലോ. ഒരു കടലാസായിരിക്കും, ആ കടലാസ് ഇങ്ങനെ നിറക്കി ഇങ്ങനെ പറപ്പിക്കുമ്പോ അത് പ്രാവായി പോകുന്നുണ്ടോ? കണ്ടിട്ടില്ലേ? മാജിക് കണ്ടിട്ടില്ലേ? പോട്ടെ, ഒന്നും കാണണ്ട. സഹോദരന്മാരെ, ഇതേപോലെ സാഹചര്യങ്ങൾ അവരുടെ മാജിക് എന്ന് കാണിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസാ ഇട്ടേക്ക്, വടിയിട്ടേക്ക്, നമ്മളെ മാജിക് ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. അള്ളാന്റെ മാജിക് വലിയ അത്ഭുതകരാ. അതാ ഒറിജിനൽ മാജിക്. ഒറിജിനൽ അതാ. സാധാരണ ഒറിജിനലിംഗ് വന്നു പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ പോകും. ഒറിജിനലിംഗ് വന്നു, പാമ്പിട്ടു, വലിയ പാമ്പ്. ഈ മൊത്തം പാമ്പിനെയും വിഴുങ്ങാൻ പറ്റുന്ന വായോടുകൂടി അല്ലാഹു അക്ബർ വന്ന് എല്ലാത്തിനും ഒരു നിമിഷം കൊണ്ട് അതിനെല്ലാം പണിയാക്കി വിട്ടു.
ആളുകളെ ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ. സാഹിര്യങ്ങളെ ഞെട്ടി. സാഹിര്യങ്ങളെ ആലോചിക്കുക, റഹ്മാനായ തമ്പുരാൻ, അല്ലാഹു അക്ബർ. ഇത് വലിയ കുദറത്ത് തന്നെയാണ്. ഇത് മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത വലിയ കുദറത്താണ്. സഹോദരന്മാരെ, മൂസാ നബി പരിശ്രമിക്കാൻ പോയത് ആരെടുത്ത? ഫിറൗന്റെ അടുക്കലേക്ക്. അല്ലാഹു ഹിദായത്ത് ആർക്കാ കൊടുത്തത്? നമ്മളോട് പറഞ്ഞു ഗ്രാമങ്ങൾ വിടല്ലേ, വീടുകൾ വിടല്ലേ, നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെന്താ പറയാ, എത്ര കാലമായി ഇത് നോക്കിയിട്ട് മുലാഖാത്ത് പറഞ്ഞ് നടക്കുന്നു, എവിടെ യവൻ വരാൻ? സഹോദരൻ, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട. ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു, ഓരോ നാടുകളിൽ കൊടുത്തോണ്ടിരിക്കാൻ. ലോകത്ത് പല പല രാജ്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തോണ്ടിരിക്കാൻ. നമ്മളെ നാട്ടിൽ നിന്ന് മസ്തൂറാത്ത് സ്ത്രീകളെയും കൂട്ടിയിട്ട് എവിടെ പോയി? ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ പോയപ്പോഴോ അവിടുത്തെ ഒരുപാട് ചർച്ചുകൾ അൽഹംദുലില്ലാഹ് പള്ളികളായി. അവരൊക്കെ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങി. 100 അതിൽ കൂടുതലും നിങ്ങളുടെ നാട്ടിൽ തന്നെ ആളുകൾ കണ്ടിട്ട് വന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇത് അന്ന് നടത്തുകയാണ് സംഭവം. നമ്മൾ പത്തനാപുരം ഒരു മുലാഖാത്ത് പോയതായിരിക്കും, പത്തനാപുരത്ത് ഒരു 3 ദിവസം ജമാഅത്ത് പോയതായിരിക്കും, പത്തനാപുരത്ത് ഒരു 4 മാസം ജമാഅത്ത് പോയതായിരിക്കും. അള്ളാഹു ലോകത്തിനെ മാറ്റി മറിക്കും. അല്ലാഹുവിന്റെ ഖുദ്റത്താണ്. സഹോദരന്മാരെ, അത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫിറഔന്റെ അടുക്കലേക്കാണ് പോയത്. ഫിറഔനോടാണ് പറഞ്ഞത്. ഫിറഔൻ ഈ സാഹിര്യങ്ങൾക്ക് ചെലവ് കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവന്നതിന് എന്തിനാ? ഇവരെ എന്റെ കൂട്ടത്തിൽ കിട്ടാൻ വേണ്ടി, ജനങ്ങളും എന്റെ കൂട്ടത്തിൽ കിട്ടാൻ വേണ്ടി. അല്ലാഹുവിന്റെ തീരുമാനം എന്തായി? സാഹിര്യങ്ങളൊക്കെ ഒരൊറ്റ പറച്ചല്. ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ, ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. സാഹിര്യങ്ങളുടെ വാക്ക്. സാഹിര്യങ്ങൾ പറഞ്ഞു അല്ലാഹു അക്ബർ, ഇത് തന്നെയാണ് അല്ലാഹുവിന്റെ ഖുദ്റത്ത്, ഞങ്ങൾ വിശ്വസിച്ചു. 70 സാഹിര്യങ്ങളും മുസ്ലിങ്ങളായി. മാഷാ അല്ലാഹ്. ആലോചിച്ചോക്കി. അവരെല്ലാം പറയാം. ഫിറഔനപ്പം തന്നെ പോയി പറയടാ, നിങ്ങൾ ആള് കൊള്ളാമല്ലോ, നിങ്ങൾക്ക് ഞാൻ എല്ലാം സെറ്റപ്പും ചെയ്തെന്ന്, ഞാൻ കാശൊക്കെ തന്ന്, ഞാനിവിടെ വേദിക്കനൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ എന്റെ സഫിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അവസാനം നീ അവന്റെ സഫിലേക്ക് പോയി കളഞ്ഞല്ലോ, നിന്നെ ഞാൻ വിടത്തില്ല. അങ്ങനെയാ ദുനിയാവിൽ, അങ്ങനെയാ. പല ബുദ്ധിമുട്ടും പല പ്രയാസവും വരും. അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചാലോ അള്ളാഹ് സ്വർഗം നൽകി സന്തോഷിക്കും. അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കാൻ പഠിക്കണം. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കാൻ പഠിക്കണം. സാഹിര്യങ്ങൾ പറഞ്ഞു ഫഖലി, നീ വിധിക്കടാ, ഞങ്ങൾ വിശ്വസിച്ചു, നീ ഒരു വിധിക്ക്. ഫിറൗൻ എന്താ വിധിച്ചെന്നറിയോ? എല്ലാവരെയും കയ്യും കാലും എല്ലാം മുറുക്കിയിട്ട് ഒരു ഈത്തപ്പനത്തിന്റെ പിന്നെ ഒരു ഇത് പലകന്റെ മുകളിൽ അടിച്ച് കയറ്റി എല്ലാത്തിനും കൊന്ന് പണിയാക്കി. എല്ലാവർക്കും ഗുണപാടുണ്ടാണല്ലോ. അങ്ങനെ വലിയൊരു പരിപാടി അങ്ങനെ സെറ്റപ്പ് ചെയ്തു. അല്ലാഹു അക്ബർ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സെറ്റപ്പ് വളരെ മെല്ലനെ വരുള്ളൂ. അവന്റെ സെറ്റപ്പ് മെല്ലനെ വരും, വളരെ പതുക്കെ വരുള്ളൂ. സാഹിര്യങ്ങളൊക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ശുഹദാക്കളാണ്. അപ്പം തന്നെ സ്വർഗം കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു. അവർ ഫരീഹീങ്ങളായി സ്വർഗത്തിൽ സന്തോഷിക്കുന്നവരായി. 70 സാഹിര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വഴി കൊടുത്തു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനത്തെ നടപ്പിലാക്കാൻ ദുനിയാവിൽ മനുഷ്യർക്ക്, അടിമകൾക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ദീനനുസരിച്ച് ജീവിക്കുക, ദീനിന്റെ പരിശ്രമത്തിന് ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കുക. ദീനിന്റെ പരിശ്രമത്തിൽ നിങ്ങൾ മുന്നോട്ട് പോ. അത് നിങ്ങൾക്ക് ദുനിയാവിലെ ഇസ്സത്താണ്, ആഖിറത്തിൽ ഇസ്സത്താണ്. ഓരോരുത്തരും വന്ന പ്രതീക്ഷ കൊണ്ടേയിരിക്കണം. ആകാശവും ഭൂമിയും അതിന്റെ വിശാലതയും ഭൂമിയേക്കാൾ എത്രയോ വിശാലമായതാണ്. ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും വീതി വിസ്താരമുള്ള ഏറ്റവും സ്വർഗീയ അനുഭൂതിയിലേക്കാണ് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നത്. സാഹചര്യങ്ങൾക്ക് മനസ്സിലായി. സാഹചര്യങ്ങളെല്ലാം പോയി, അവരെല്ലാം കൊന്നൊടുക്കി, അവരെല്ലാം പോയി അല്ലാഹുവിന്റെ അടുക്കലേക്ക്. ഫിറഔൻ അവന്റെ ദഅവത്ത് തുടർന്നുകൊണ്ടേ. ദീൻ നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ, ദീൻ നമ്മുടെ കുടുംബത്തിലുണ്ടാകാൻ നമ്മൾ പൂർണ്ണമായിട്ടും പരിശ്രമിക്കലാണ് നമ്മളുടെ മരണം വരെ. മൂസാ നബി അലൈഹി സ്വലാത്തു അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ നീ എന്തിനാ നമ്മളെ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാ അധികാരവും, എല്ലാ സമ്പത്തും, എല്ലാ സൗകര്യങ്ങളും നീ ഫിറഔന് കൊടുത്തിരിക്കല്ലേ? സ്വർണവും വെള്ളിയും അധികാരവും പട്ടാളവും. ഞാനും ബനി ഇസ്രായേലിന്റെ എന്താണോ അവർക്കൊന്നുമില്ല. ചുമ്മാ അവർക്കെല്ലാം നിങ്ങൾ കൊടുത്തിരിക്കുകയല്ലേ? പിന്നെ അവരെടുത്ത് പോയി നമ്മളെങ്ങനെ അറ്റാക്ക് ചെയ്യും? നമ്മൾ അവരെടുത്ത് പോയിട്ട് അങ്ങനെ പറയും. ഇതിന്റെ പരിശ്രമം നമ്മൾ ചെയ്താ മടുത്ത് ഒന്നും ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ബനി ഇസ്രായേൽ തന്നെ വലിയ സംശയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സംശയം വന്ന് എന്ത് ചെയ്യണം? അതിനുള്ള ഏറ്റവും വലിയ വഴി, നമുക്കിപ്പോ സംശയം വരാൻ, ആർക്കും സംശയം വരാൻ, അല്ലാഹുവേ ദുആ ചെയ്തിട്ട് എന്നെ കടം വീടുവോ?
അള്ളാഹ് അനുസരിച്ചാൽ എന്റെ അള്ളാഹുവിന്റെ ഒപ്പമനുസരിച്ചാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? സമ്പത്തെല്ലാം അവരുടെ കയ്യിലാണല്ലോ, അധികാരമെല്ലാം അവരുടെ കയ്യിലാണല്ലോ, ദുനിയാവെല്ലാം അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് മനസ്സിൽ തോന്നിയാൽ അവൻ പുറപ്പെട്ടോളട്ടെ അള്ളാന്റെ തീന്റെ വഴിയിലേക്ക്. 4 മാസം അള്ളാന്റെ തീന്റെ വഴി. സഹോദരന്മാരെ, 4 മാസം അള്ളാന്റെ തീന്റെ വഴിയിൽ പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഈമാൻ നമുക്ക് പഠിപ്പിച്ചു തരും, വലിയ ഈമാൻ പഠിപ്പിച്ചു തരും. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ, മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. സഹോദരന്മാരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ എന്നാ പെട്ടെന്ന് പുറപ്പെട്ടോ, നീ ബനി ഇസ്രായേലിനെ കൂട്ടിയിട്ട് പുറപ്പെട്ടോളുക. സഹോദരന്മാരെ, ബനി ഇസ്രായേൽ എന്നെ വിളിച്ചു. ബനി ഇസ്രായേലിനോട് പറഞ്ഞു, ഇതാ പുറപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ കൽപ്പന, വേഗം പോയേക്കാം, വേറെ വഴിയില്ല. ബനി ഇസ്രായേൽ ചോദിച്ചു, എല്ലാ മൂസ എങ്ങനെയാ പുറപ്പെടുക? ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബം ഇതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഇവരെ വിട്ടെങ്ങനെ പോകും? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെട്ടു, ബനി ഇസ്രായേലിനെ കൂട്ടി പുറപ്പെട്ടിട്ട് അവസാനം അള്ളാഹുവിന്റെ വാഗ്ദാനം അല്ലാഹ് നമ്മളോട് പറഞ്ഞുതരാൻ സൂറത്തുൻ നൂറിൽ, കമസ്തഖലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അല്ലാഹുവിന്റെ വാഗ്ദാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദീൻ, ഈമാൻ നിങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ദീൻ അനുസരിച്ച് ദുനിയാവിൽ ജീവിക്കൽ വലിയ എളുപ്പമായിരിക്കും, സന്തോഷമായിരിക്കും. നിങ്ങൾക്കായിരിക്കും ഖിലാഫത്ത് കിട്ടുക, നിങ്ങൾക്കായിരിക്കും അധികാരം തരിക, നിങ്ങളായിരിക്കും പിന്നെ എല്ലാം തീരുമാനിക്കുക. അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് വരും. സഹോദരന്മാരെ, ബനി ഇസ്രായേൽ അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മൂസാ നിങ്ങൾ എങ്ങോട്ടേക്കായി കൊണ്ടുപോയത്? നമ്മൾ 4 മാസമൊക്കെ പറഞ്ഞു കൊണ്ടുപോയത് വയനാടൊക്കെ ജമാഅത്ത് പോയി വിചാരിച്ചോ, 4 മാസം ഇവിടുന്ന് പോയിടനാണെന്ന് പറയും, ചിലപ്പോൾ കയറണ്ടെന്ന് പറയും. ബുദ്ധിമുട്ടുണ്ടാവും, വിഷമമുണ്ടാവും, പ്രയാസം ഉണ്ടാവും. സഹോദരന്മാരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനി ഇസ്രായേൽ പറഞ്ഞു, മൂസാ നീ പുറപ്പെടാന്ന് പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു വന്നല്ലോ, നിന്റെ വേക്കിൽ ഞങ്ങൾ വന്നല്ലോ, ഇതാ ഞങ്ങളുടെ പിന്നിൽ നമ്മൾ ആക്രമിക്കാൻ ഫിർഔൻ, അവന്റെ പട്ടാളം, അവന്റെ സൈന്യം ഇതാ വന്ന് നിൽക്കുക. നമ്മുടെ മുമ്പിൽ എന്താ ഉള്ളത്? സമുദ്രത്തിന്റെയും പട്ടാളത്തിന്റെയും നടുക്കാണ് നമ്മളുടെ. എവിടെയാ മൂസ നമ്മളെ കൊണ്ടുവന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഈമാനിന് ഏറ്റവും മുമ്പിലാണ്. നമ്മളും ഈമാനിന്റെ വിഷയത്തിന് മുമ്പിലായാൽ ബാത്തിലിന്റെ ഒന്നും കണ്ട് നമ്മൾ പേടിക്കൂല, ബാത്തിലിന്റെ ഒരു ശക്തി നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ബാത്തിലിന്റെ ദാവത്തുകളെ നമ്മൾ സ്വീകരിക്കൂല, ബാത്തിലിന്റെ വഴിയിലേക്ക് നമ്മൾ പോയി ചെയ്യും. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കി തരട്ടെ. ബനി ഇസ്രായേൽ അവർ ചോദിച്ചു, മൂസാ നബി പറഞ്ഞു, കല്ലാ, ഒരിക്കലുമല്ല, നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അള്ളാഹു എന്റെ കൂടെ ഉണ്ട്, എന്റെ കൂടെ. സഹോദരന്മാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വന്തം ഇഷ്ടപ്പെട്ട വസ്തുവിനെ ഉപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്ക ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു. മക്കയിൽ നിന്ന് ഹിജ്റ പോകുമ്പോൾ മക്കയെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മക്ക, എന്റെ മക്കേ, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്, നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നതല്ല, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയല്ല. ഈ ജനങ്ങൾ എന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കുകയാണ്, അള്ളാഹു എന്നെ ഇവിടുന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുപോകാൻ. അബുൽ ഹസൻ അലി നദവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ ഇഷ്ടപ്പെട്ടതിനെ മാറ്റിവെക്കാൻ വേണ്ടി നബി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയെ പഠിപ്പിച്ചു. അബുൽ ഹസൻ അലി എഴുതിക്കണം. ഹിജ്റ പഠിപ്പിച്ചെന്തിനാ? ഹിജ്റ പഠിപ്പിച്ചത്, പുറപ്പെടാൻ പഠിപ്പിച്ചെന്തിനാ? ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട്. എന്താ മനസ്സിലാക്കി കൊടുക്കാൻ? സ്വന്തം ഇഷ്ടപ്പെട്ട മക്ക, ജനിച്ച മക്ക, ആ മക്കയെ ഉപേക്ഷിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പോയി പുറപ്പെട്ടു. വലിയ പരാജയങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ വിഷമങ്ങൾ വന്നു. സഹോദരന്മാരെ, വലിയ വിഷമം വന്നു, വലിയ പ്രയാസം വന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു നബി തങ്ങളെ സഹായിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ വരുന്നുണ്ട്, ഒരു കുന്തമോ അല്ലെങ്കിൽ 2 കുന്തമോ പിന്നിൽ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. എന്തിനാ? നബി തങ്ങളെ വകവരുത്താൻ, നബി തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സുറാഖ വന്ന് അവിടെ നിന്നു. അബൂബക്കർ സിദ്ദീഖ് ഹദീസിൽ വരുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ, യാ റസൂലല്ലാഹ്, ഇതാ ഒരു കുന്തമോ അല്ലെങ്കിൽ 2 കുന്തമോ പിന്നിൽ സുറാഖത്ത് ബിൻ മാലിക് താങ്കയുടെ തലയെ വിച്ഛേദിക്കാൻ വന്നിരിക്കുകയാണ്. അല്ലാഹു അക്ബർ. 100 ഒട്ടകത്തിന്റെ സമാനം പ്രതീക്ഷിച്ചുകൊണ്ട് വരികയാണ് സുറാഖത്ത് ബിൻ മാലിക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരണം എന്താ? മൂസാ നബിയുടെ സംഭവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യഖീൻ വന്നു, ഹൃദയത്തിൽ ഉറപ്പ് വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അബൂബക്കറേ, എന്തിനാ നീ പേടിക്കുന്നത്? നമ്മൾ രണ്ടാൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മൂന്നാമതായിട്ട് അല്ല ഇല്ലേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇത് മുഅ്മിനീങ്ങളുടെ മുദ്രാവാക്യമാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് എപ്പോഴും കൂടെ ഉണ്ടാവും. അല്ലാഹുവിനെ യഖീൻ വെച്ചാൽ, അല്ലാഹുവിനോട് ഉറപ്പ് വന്നാൽ അല്ലാഹ് എപ്പോഴും കൂടെ ഉണ്ടാവും. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറപ്പായി. അബൂബക്കർ സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഇതാ സുറാഖ വന്നിട്ടുണ്ട്, ഏർപ്പാട് നീ ചെയ്തോ. ബിസ്മില്ലാ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏർപ്പാട് ആര് ചെയ്യണം? അല്ലാഹു ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ കുതിര, ഹദീസിൽ വരുന്നുണ്ട്, ഉറച്ച ഭൂമി, അതിൽ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ കാലുകൾ ആഴ്ന്നു പോകാൻ വേണ്ടി ആഴ്ന്നാഴ്ന്ന് കുതിരയുടെ അരഭാഗമെത്തി. യാഥാർത്ഥ്യം മനസ്സിലായി. സുറാഖത്ത് ഫിറോനെ പോലെയല്ല, ഫസ്റ്റ് കൊടുക്കുന്ന അടിയിൽ തന്നെ പിടുത്തം കിട്ടി. ഫിറോന് 9 കൊടുത്തിരുന്നു. തവള വന്നു, പേര് വന്നു, ഇങ്ങനെ ഖുർആൻ ആയത്തിൽ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. എല്ലാം വന്നപ്പോഴും ആ സമയത്ത് ഇച്ചിരി മൂസാനോട് ദുആ ചെയ്യാൻ പറ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ. രക്ഷപ്പെട്ട എന്നെ പറയല്ല, ഞങ്ങൾ മരുന്നടിച്ചിട്ട് പോയതല്ലേ, ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ട് പോയതല്ലേ, ഞങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് പോയതല്ലേ പറഞ്ഞ് അവസാനം സുറാഖത്ത് ബിൻ മാലിക്കിന് 1-2 പ്രശ്നങ്ങൾ ഉണ്ടായി. കുതിര ഒന്ന് തെറിച്ചുപോയി. മൂന്നാമത്തതിൽ സുറാഖത്ത് ബിൻ മൂന്നാമത്തെ തന്നെ പിടിച്ചോളണം. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഹാദാ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ. ഹാദാ ഹഖ്ഖുൻ നബിയുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ ഹഖായ പ്രവാചകൻ. ഉറപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ യാഥാർത്ഥ്യം, സത്യം. നബി തങ്ങളുടെ വചനങ്ങളിൽ മാത്രം വിജയം, ബാക്കി എല്ലാത്തിലും പരാജയം. മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാക്കിയെല്ലാം പരാജയം. ബാക്കി ഏത് വഴിയിൽ പോയാലും ബാത്തിൽ, അത് മുങ്ങിപ്പോകും. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കുതിര ആഴ്ന്നു പോയ പോലെ ബാത്തിലിൽ മനുഷ്യൻ ആഴ്ന്നു പോകും. മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ, യഥാർത്ഥ യഖീൻ, ഇത് രണ്ടിലേക്കും ഒരു ഉമ്മത്ത് വന്നാൽ ഉമ്മത്ത് രക്ഷപ്പെട്ടു. അതിൽ വരാത്തടത്തോളം ഉമ്മത്ത് പരാജയത്തിൽ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഹിമ്മത്ത് വെക്ക്, അതിലേക്ക് വരും. സഹോദരന്മാരെ, സുറാഖത്ത് ബിൻ മാലിക് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, അല്ലാഹുവാണ് ആരാധനക്കർഹൻ, താങ്കളാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ, സാക്ഷ്യം വഹിക്കുന്നു, ഒന്ന് രക്ഷപ്പെടുത്തണ്ടേ നബിയെ. നബി ദുആ ചെയ്തു. സുറാഖ പാവം വിട്ടേക്ക്, സുറാഖ എന്നെ വിശ്വസിച്ചു, വിട്ടേക്ക് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹു രക്ഷപ്പെടുത്തി. എന്നിട്ട് പോകുമ്പോൾ ചോദിച്ചു, സുറാഖ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമ്മൾക്ക് ഇപ്പൊ സംശയമുണ്ട്, ദീനനുസരിച്ച് ജീവിച്ച ദുനിയാവ് കിട്ടുമോ? അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ പുറപ്പെട്ടാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? നമ്മുടെ കച്ചവടം ആര് നോക്കും? നമുക്ക് ദുനിയാവ് കിട്ടുമോ? നമ്മളിപ്പോഴും ബേജാറിലാണ്. ദുനിയാവ് അള്ളാഹു നൽകുമെന്ന് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ സംഭവത്തിൽ കൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാം. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണേ, യാ റസൂലല്ലാഹ്, ദുനിയാവിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ താങ്കളെ വധിക്കാൻ വേണ്ടി വന്നത്. 100 ഒട്ടകമൊക്കെ കിട്ടും. ഇപ്പൊ അത് പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ, 100 ഒട്ടകമില്ല. ഇത് 100 ഒട്ടകമൊന്നുമില്ല. ദുനിയാവിന്റെ നിയമത്തുകളൊന്നും എനിക്ക് കിട്ടൂല. എന്ത് കിട്ടും എനിക്ക്? സുറാഖത്ത് ബിൻ മാലിക് ചോദിച്ചുടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറാഖ, ഇന്ന് കാണുന്ന ദുനിയാവിന്റെ ഏറ്റവും വലിയ രാജാക്കന്മാർ, പേർഷ്യകൾ, കിസ്റയും കൈസറും, അതിന്റെ മുഴുവൻ ദുനിയാവുകൾ, അതിന്റെ മുഴുവൻ അധികാരങ്ങൾ, അതിന്റെ സമ്പത്തുകൾ മുഴുവനും നിന്റെയും നിന്റെ കൂട്ടുകാരന്റെയും കാൽ കീഴിൽ വരും. സുറാഖ, നീ അതുകൊണ്ട് ഭയപ്പെടും. ദുനിയാവ് വരും നിങ്ങളുടെ മുമ്പിൽ. അല്ലാഹു നമുക്ക് ദുനിയാവിനെ നൽകി. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാം വിടും. സുറാഖ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നാൽ ഞങ്ങൾക്ക് ഒന്ന് എഴുതി തരുമോ? ആമിർ ഉണ്ടായിരുന്നു അടിമക്കൂട്ടത്തിൽ. ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറിന്റെ അടിമ ആമിർ ഉണ്ടായിരുന്നു. ആമിറെ, എഴുതി കൊടുത്തേക്ക്. സഹോദരന്മാരെ, ആമിർ റളിയല്ലാഹു അൻഹു ഓലയിൽ പലകയിൽ എഴുതി കൊടുത്തു. ആരുടെ കയ്യിൽ? സുറാഖത്തിന്റെ കയ്യിൽ. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വരെ ജീവിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആ കിസ്റന്റെയും കൈസറിന്റെയും പേർഷ്യയും തകർന്നടിഞ്ഞ് അതിന്റെ മുഴുവൻ സമ്പത്തുകളും അതിന്റെ അധികാരങ്ങളും ഞങ്ങളുടെ കാൽ കീഴിൽ വന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. മാഷാ അല്ലാഹ്, അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു, വാ സുറാഖ, ഇതാ നിനക്കന്ന് പ്രത്യേകം നബി തങ്ങൾ പറഞ്ഞതാണ്,
അവരുടെ കൈകളിൽ ധരിപ്പിക്കപ്പെട്ട സ്വർണത്തിന്റെയും മുത്തുകളുടെയും വളകൾ നിന്റെ കയ്യിൽ ധരിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ സുറാഖ നിന്റെ വളയിൽ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ മുഴുവൻ സൈന്യങ്ങൾ ഒരു ഭാഗത്ത്, സമുദ്രം മറ്റൊരു ഭാഗത്ത്. കല്ലാ, അള്ളാഹു എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മൂസാ നബിക്ക് അള്ളാഹുവിന്റെ ഓർഡർ കൊടുത്തു. മൂസാ നബി പറഞ്ഞു, വടിയെടുത്തോ. പഴയ വടി തന്നെ, എല്ലാം വടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് പഠിപ്പിച്ചു തരാൻ. എല്ലാം ഒരു വടി കൊണ്ട് അള്ളാഹ്ക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു വടി മതി. നമ്മൾ വിചാരിക്കാം വലിയ പട്ടാളം, ആകാശത്ത് പട്ടാളത്തിന്റെ ആവശ്യമൊന്നുമില്ല. സൂറത്ത് യാസീൻ, ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ, ഒരൊറ്റ ഘോര ശബ്ദം മതി. ഫൈദാഹും ഖാമിദൂൻ, എല്ലാം ചാരമായി പോവാൻ. അല്ലാഹു, എല്ലാം പനത്തടി പോലെ അങ്ങ് വീഴാൻ അള്ളാന്റെ ഒരു ശബ്ദം മാത്രം മതി. ആ ശബ്ദം കേൾക്കാനുള്ള കഴിവേറെ മനുഷ്യനില്ല. സൗണ്ട് ഇച്ചിരി കൂടിപ്പോയാൽ എന്ത് ചെയ്യും? അത് ഇച്ചിരി ശബ്ദം കുറക്കും, ഇത്തിരി ശബ്ദം കുറക്കുന്നു. അള്ളാന്റെ അടുത്തൊരു കളി നടക്കൂല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല, മൂസാ പഴയ വടിയെടുത്തോളൂ, കൊടുത്തോളൂ, ഫിറഔന്റെ തലക്കൊരടി. ഇല്ല, മൂസാ നബിയോട് അങ്ങനെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളൂ, നിങ്ങൾ എന്റെ കൽപ്പന പൂർത്തിയാക്കുക. അവിടെ ഈമാൻ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? മൂസാ, സമുദ്രത്തിൽ അടിച്ചേക്ക്. ബനി ഇസ്രായേൽ വിചാരിക്കുന്നുണ്ട് റഹ്മാനായ തമ്പുരാനെ ഇതെല്ലാം ഒപ്പിച്ചേച്ച് വന്നേച്ച് അവസാനം വടിയെടുക്കുന്നുണ്ട്. അങ്ങേര് വടിയെടുത്തുകൊണ്ട് സമുദ്രത്തിലേക്ക് അടിക്കുവാണല്ലോ. സഹോദരന്മാരെ, പുറപ്പെടാൻ പറയുമ്പോൾ നമ്മളെന്താ പറയാ? അല്ലോ, എങ്ങനെ പുറപ്പെടും? സഹോദരന്മാരെ, വേറെ വഴിയില്ല. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീൻ ലോകത്തില്ലാതായി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ സമാധാനത്തിൽ കഴിഞ്ഞുകൂടൽ റെഡിയില്ല. നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോകണം. ഓരോ മനുഷ്യന്റെ ഹൃദയങ്ങളെയും നന്നാക്കണം. ഹൃദയങ്ങൾ നന്നാവത്തോളം കാലം അവൻ ബാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ നമ്മൾ ബാത്തിനെതിരെ എത്ര സമരം ചെയ്താലും ബാത്തിലേക്ക് മുസ്ലിമീങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. എന്താ കാരണം? അവരുടെ ഹൃദയത്തിൽ ഈമാനില്ല. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഈമാൻ ഉണ്ടായാലോ ആരും പറയണ്ട, സമരമൊന്നും നടത്തണ്ട, അങ്ങോട്ടാരും പോകത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വേണം. ഈമാൻ ഇത് വലുതാണ്, യഖീൻ ഇത് വലുതാണ്. സഹോദരന്മാരെ, ബനി ഇസ്രായേലിൽ യഖീൻ, ഈമാൻ ഉണ്ടാക്കാനുള്ള പരിശ്രമം അല്ലാഹു ചെയ്തു. അവർ മൂസാ നബി പറഞ്ഞില്ല, അത് അല്ലാഹു നമ്മളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. സമുദ്രത്തിലേക്ക് അടിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ 12 ഇന്റർനാഷണൽ നാഷണൽ ഹൈവേ. അല്ലാഹു അക്ബർ. അതൊന്ന് ആലോചിച്ച് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ സംഭവങ്ങളും. അല്ലാഹു അക്ബർ. സമുദ്രത്തിന്റെ മധ്യത്തിൽ ഇന്റർനാഷണൽ നാഷണൽ ഹൈവേ, 12 വഴികൾ, 12 കബീലകൾ. മാഷാ അല്ലാഹ്. 12 കബീലകൾ, 12 വഴികൾ, സമുദ്രത്തിന്റെ ഭിത്തികൾ. ഈ ഭിത്തികൾക്കിടയിൽ ഓരോ ഓൾസുകൾ. എന്തിനാ? ഈ 12 കബീലയിലും കൂട്ടുകാരെ അങ്ങോട്ടെ കൊണ്ടോ നോക്കാൻ വേണ്ടി. കൂട്ടുകാരുണ്ടാവില്ല 12 കബീലയിലും. അങ്ങോട്ടും കൂട്ടാൻ നമ്മൾ സൈനുദ്ദീൻ അങ്ങോട്ടുണ്ടോ, നമ്മൾ അബ്ദുൽ സത്താർ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജലത്തിന്റെ ഭിത്തികൾ, ആ ഭിത്തികൾക്കിടയിൽ ഓരോ ദ്വാരങ്ങൾ. മാഷാ അല്ലാഹ്. സന്തോഷകരമായിട്ട് യാത്ര പോവാൻ. യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫിറോൻ റെഡി ആയിട്ടില്ല. സുറാഖനെ പോലെയല്ല, ഫിറോൻ റെഡി ആയിട്ടില്ല. ഫിറോൻ പറഞ്ഞു പട്ടാളത്തിനോട് പറയാം. പട്ടാളം ഒന്ന് അറച്ചു നിന്നു, പട്ടാളം ഒന്ന് ഞെട്ടി. എന്തൊരത്ഭുതം! ഒരൊറ്റൊരു സമുദ്രത്തിൽ വടികൊണ്ട് മൂസാ നബി അടിച്ചതേയുള്ളൂ. എന്തൊരത്ഭുതം! അവരൊന്ന് വറച്ചു നിന്നു, അവരെല്ലാം സ്റ്റക്കായി. ഫിറോൻ പറഞ്ഞു, അയ്യോ, നിങ്ങൾ എന്നാത്ര സ്റ്റക്കാകുന്നേ? ഇതെന്റെ വഴി, ഞാൻ ഉണ്ടാക്കി. ഇതെന്റത്. നിങ്ങൾ ആര് പറഞ്ഞു? അവരെല്ലാം ഇതെന്റത്, ഞാൻ ഉണ്ടാക്കിയത്. വാ, നിങ്ങൾ എന്റെ കൂടെ വാ. അവരെ പിടിക്കാൻ ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയതാണ്. അങ്ങനെയുണ്ട്. സുറാഖന്റെ ഈമാൻ കിട്ടിയില്ല. സഹോദരന്മാരെ, കുറെ അവസരങ്ങൾ കൊടുത്തു, കിട്ടിയില്ല. സഹോദരന്മാരെ, ഫിറഔൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുതിരക്കറിയാമായിരുന്നു നിശ്ചയത്തിൽ നിശ്ചയം ഇവൻ ഇവിടെ പോയി എല്ലാം തീരാൻ പോവാ. മൃഗങ്ങൾക്ക് നേരത്തെ അറിയും. നമ്മൾ കണ്ടിട്ടില്ലേ, എവിടെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടായാൽ നമുക്കറിയാം, അവിടുത്തെ മൃഗങ്ങളെല്ലാം നേരത്തെ അവിടുന്ന് പോയി എന്ന് പറയുന്നത്. വാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ? വാർത്തയാവും, പിന്നെ പെട്ടെന്ന് വിശ്വസിക്കാം. നമ്മളൊന്നും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഖുർആനാണ്. മൃഗങ്ങൾക്ക് നേരത്തെ അറിയും സംഭവങ്ങളൊക്കെ. ഫിറൗന്റെ കുതിരക്കറിയാൻ ഉറപ്പായിട്ട് പോവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ അവസ്ഥകളെ എനിക്ക് വിശദീകരിച്ചു. സഹോദരന്മാരെ, അസ്രായീൽ, അവരുടെ സൈന്യങ്ങൾ, മലക്കുകൾ, വലിയ സെറ്റപ്പ് സമുദ്രത്തിന്റെ ഈ ഹൈവേയുടെ മധ്യത്തിൽ, സമുദ്രത്തിന്റെ നടുവിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ
രക്ഷപ്പെടുത്തുകയും കമസ്തഖലഫല്ലദീന മിൻ ഖബലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇഖ്തദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിർഭയത്വം, ശ്വാസതം, സന്തോഷം എല്ലാം ദീനിൽ, ബാക്കിയെല്ലാം ബാക്കി. സഹോദരന്മാരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി ഫിറഔൻ സമുദ്രത്തിന്റെ നടുക്കിലെത്തി. ഒരൊറ്റപ്പിടുത്തം, മനസ്സിലായി? ഒരു പിടുത്തം. പിടിക്കുന്ന സമയത്ത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിടിക്കുന്ന സമയത്ത് എന്താ പറയാണ്? അവൻ പിടിക്കുന്ന സമയത്ത് ഒന്നാണെങ്കിൽ പിടിക്കുന്ന സമയത്തൊന്നും പറയാൻ നിൽക്കല്ലേ, ഇപ്പം തന്നെ പേര് പറ, ഇപ്പം തന്നെ പുറപ്പെടും. 4 മാസം അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ഈമാൻ ഉണ്ടാക്കാൻ വേണ്ടി പിടിക്കുമ്പോ പറഞ്ഞിട്ട് ഞാൻ 4 മാസം വന്നിട്ടുള്ള കാര്യമുണ്ടോ? ഫിറഔൻ ആ സമയത്ത് പറഞ്ഞു, ആമൻതു, ഞാൻ വിശ്വസിച്ചു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ തന്നെയാണ് അല്ലാഹ്, ഞാൻ അംഗീകരിച്ചു, ഞാൻ വിശ്വസിച്ചു. ആമൻതു ബിറബ്ബി ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലിന്റെ റബ്ബേതാണോ ആ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇസ്രായേലിനോട്, അത് കേൾക്കേ വേണ്ട, കഴിഞ്ഞു, തൊണ്ടക്കുഴിയിലോ റൂഹ് എത്തിക്കഴിഞ്ഞു. എന്നിട്ടാണ് അവൻ ആമൻതു ബില്ലാഹ് എന്ന് പറയുന്നത്. വേണ്ട, അതിനൊരു ചാൻസും കൊടുത്തില്ല, പിടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, ഇന്നും എന്നും ഖിയാമത്ത് നാൾ വരെ അവന്റെ ശരീരം ഞാൻ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യ സഞ്ചയത്തിനും ഗുണപാഠമാക്കി, ആയത്താക്കി, ദൃഷ്ടാന്തമാക്കി വെക്കും ഞാൻ. ഇന്നും കിടക്കാണ് ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ, ഇന്നും കിടക്കാണ്. എന്തിനാ? വെറുതെ ഇങ്ങനെ മൊബൈലിൽ നോക്കാൻ വേണ്ടിട്ടല്ല, അല്ല, ഈമാൻ പഠിക്കാൻ വേണ്ടിട്ട് 33 സൂറത്തുകളിൽ ആവർത്തിച്ച് വീണ്ടും വീണ്ടും. സഹോദരന്മാരെ, മൂസാ നബിന്റെ സംഭവം എപ്പോഴാണ് നമുക്ക് മടുക്കേണ്ടത് നമ്മൾ ഈമാൻ പൂർത്തിയാക്കല് വിട്ടേ. പൂർത്തിയാകുന്നവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഈമാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സഹോദരന്മാരെ, ഈ ഈമാൻ പൂർത്തിയായാൽ സഹോദരന്മാരെ, ഈമാനിലേക്ക് മനുഷ്യൻ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനത്തിനെ നടപ്പിലാക്കി. മൂസാ നബിയെ അല്ലാഹു വിജയിപ്പിച്ചു. ഇങ്ങനെ തന്നെയാണ് സഹോദരന്മാരെ ഓരോരോ പ്രവാചകന്മാരുടെ സംഭവം.